നമസ്കാരം. പതിരും കതിരും. കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും, ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനും വിഷ്ണുവിൻ്റെ ശത്രുക്കളായി അവർ അവതാരമെടുത്തു. കലിയുഗത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ശത്രുക്കളായി ജനരോഷം ഏറ്റുവാങ്ങാൻ പിറവിയെടുത്ത രണ്ട് അവതാരങ്ങളാണ് പിണറായി വിജയനും ഗോവിന്ദനും. ത്രേതായുഗത്തിൽ രാമനാലും ദ്വാപരത്തിൽ കൃഷ്ണനാലും അസുരജന്മങ്ങൾ വധിക്കപ്പെട്ടു. ഇതാ ഇവിടെ ഈരടിയായും പാരടിയായും കോമഡിയായും മാറിയ കമ്മ്യൂണിസത്തെ ജനം ഇടതുകൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നു. ഓരോ അവതാരങ്ങളുടെ പിറവിക്ക് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു കോണിൽ തൂത്തുകൂട്ടി വച്ചിരിക്കുന്ന കമ്മ്യൂണിസത്തെ എടുത്ത് അറബിക്കടലിൽ നിമജ്ജനം ചെയ്യുക എന്നതാണ് പിണറായി ഗോവിന്ദന്മാരുടെ അവതാര ലക്ഷ്യം. ഹിരണ്യൻ്റെ നാട്ടിൽ ഹിരണ്യായ നമഃ എന്നൊരു ചൊല്ലുണ്ട്. നാരായണനെ വിളിച്ചാൽ കിങ്കരന്മാരുടെ വാള് വന്ന് കഴുത്തിൽ വീഴും. കേരളത്തിലിപ്പോൾ പ്രജാപതി വിജയായ നമായനെ ജപിക്കാൻ പറ്റുകയുള്ളൂ. സ്വർണം കട്ടതിൻ്റെ സങ്കടം ഭക്തർ അയ്യപ്പനെ വിളിച്ച് പാരടിയായി പാടിക്കേൽപ്പിച്ചാലും കേസ് വരും. ദൈവമേ, ഒരു പാരടിപ്പാട്ടിൽ തകർന്നു പോകുന്ന ആകാശ ഗോപുരമാണോ ഈ പാർട്ടി? ജയിലിലൂടെയാണ് കമ്മ്യൂണിസം വളർന്നതെന്ന് ഒരു സഖാവ് ചാനലിലിരുന്ന് പറയുന്നത് കേട്ടു. പി കൃഷ്ണപിള്ളയും EMS ഉം AKGയും VS ഉം ഒക്കെ ജയിലിൽ പോയത് ഭഗവാന്റെ സ്വർണം കട്ടതിനാണോ സഖാക്കളെ? കൊടിസുനിയും കിർമാണിയും ചെമ്പുവാസുവും കോപ്പർ പപ്പനുമൊക്കെയാണോ ജയിലിൽ കിടന്ന് ഈ കമ്മ്യൂണിസത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ന്യായീകരണ കരാർ കമ്മികളായ കുഞ്ഞിക്കണ്ണനും അനിൽകുമാറും അരുണും പ്രകാശൻ മാസ്റ്ററുമൊക്കെ ഇപ്പോൾ അയ്യപ്പൻ്റെ പരമഭക്തരായി മാറിയിരിക്കുന്ന കാഴ്ച കണ്ട് മാർക്സിസം എന്ന മഹിഷി പോലും തലയറഞ്ഞ് ചിരിക്കുകയാണ്. ഭക്തരുടെ വ്രണപ്പെട്ട വികാരത്തെപ്പറ്റിയൊക്കെയാണ് ഈ സഖാക്കളുടെ പരിദേവനം. നമുക്ക് ചിലപ്പോൾ കരയാൻ തോന്നും ഇവരുടെ സങ്കടം കേട്ട്. അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ടുള്ള മോഷണ പരമ്പരയാണല്ലോ നിങ്ങൾ നടത്തിയതൊക്കെ. പാട്ടിലൂടെയും സമരങ്ങളിലൂടെയും വളർന്ന് തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടി ചോരച്ചാലുകൾ നീന്തിക്കയറി വന്ന ഒരു പാർട്ടിയാണല്ലോ കേരളത്തിലെ അവശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും അണികളെയും തകർത്ത് തരിപ്പണമാക്കാൻ ഒരു പാട്ടിന് കഴിഞ്ഞെങ്കിൽ കുഴപ്പം പാരടിക്കല്ല, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനാണ്. അപ്പോഴീ പിണറായി വിജയൻ തോക്കിൻ്റെയും വടിവാളിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ഇടയിലൂടെ നടന്നു എന്ന് പറയുന്നതൊക്കെ വെറും വെടിയാണല്ലേ? ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത്രയും ഭയവും ഭീതിയും ഉണ്ടാകുമോ മനുഷ്യർക്ക്? പിന്നെ ബോംബ് കണ്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഉണ്ണിപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയതാണോ സഖാക്കളെ നിങ്ങളുടെയൊക്കെ നട്ടല്? പാരടിപ്പാട്ട് പാടിയാൽ കേസ്, മൈക്ക് കൂവിയാൽ കേസ്, ആംപ്ലിഫയറിനെതിരെ വരെ കേസെടുത്തു. കറുത്ത ഉടുപ്പിട്ടാൽ കേസ്, കരിങ്കൊടി കണ്ടാൽ കേസ്, മനുഷ്യൻ മൂക്കി ചീറ്റിയാൽ കേസ്, കൊഞ്ഞനം കുത്തിയാൽ കേസ്. ഭാരതീയ ന്യായ സംഹിത കേരളത്തിൽ വരുമ്പോൾ പിണറായി സംഹിതയായി മാറുന്നു. ഹിരണ്യാക്ഷൻ ഭൂമിയെ ചുരുട്ടിയെടുത്ത് സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയും പോലെ പിണറായി സഖാവ് ഈ നാട്ടിലെ നീതിയും ന്യായവും ജനാധിപത്യ മൂല്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യമെല്ലാം ചുരുട്ടിയെടുത്ത് AKG സെൻറ്ററിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ പൂത്തങ്ങുലയും. അപ്പോൾ പിണറായി കലയുടെയും കവിതയുടെയും മഹത്വം പറഞ്ഞ് കഥാപ്രസംഗം നടത്തും. അയ്യപ്പ വിശ്വാസികളെ നിന്ദിച്ച് നവോത്ഥാനം പൊക്കിയെടുത്തുകൊണ്ട് വന്നപ്പോൾ സഖാക്കൾക്കൊന്നും അയ്യപ്പനെ വേണ്ടായിരുന്നു. ആർത്തവരക്തത്തിൽ മുക്കാനായിരുന്നു കൊതി. മാളികപ്പുറത്ത് അമ്മയെ വരെ ഇവരെന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. എന്തെല്ലാം മ്ലേച്ഛവും നിന്ദ്യവുമായ വാക്കുകൾ കൊണ്ടാണ് അന്നവർ ഭക്തരെ അപമാനിച്ചു വിട്ടത്. പണ്ടൊക്കെ ദൈവം വല്ലപ്പോഴുമായിരുന്നെങ്കിൽ ഇന്ന് ദൈവം കൂടെ കൂടെയാണ്. കപട കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരിട്ടിറങ്ങി അങ്ങ് കൊടുക്കുകയാണ് ഭഗവാൻ. മൂന്നാം വരവിന് താങ്ങിക്കൊണ്ട് നടന്ന വിജയൻ്റെ സ്വപ്ന പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയതിൻ്റെ സങ്കടമാണിപ്പോൾ സകലദിനം. അതിൻ്റെ പകയാണ് പാരടിക്കെതിരെ മാരക വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഈ പാട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ്. ഇതിൻ്റെ ഭാഗമായി രണ്ടു കൂട്ടർക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു. ഞങ്ങൾ കേസെടുത്തിരിക്കുന്ന ഞങ്ങളെ അപമാനിച്ചൊരു പാട്ട് ലോകത്തിന് ആരും കേൾക്കരുത് എന്നാണ് പോലീസിൻ്റെയും നിലപാട്. ഈ പാട്ട് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ പാടിയ MP-മാർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? കേരളത്തെയും പിണറായി സർക്കാരിനെയും അപമാനിച്ച അവർ സംസ്ഥാന ദ്രോഹികളുടെ പട്ടികയിൽപ്പെടും. നവമാധ്യമങ്ങളിൽ നിന്നെല്ലാം മാറ്റിയാലും മനുഷ്യൻ്റെ മനസ്സിൽ കോപ്പി ചെയ്തു വെച്ചിരിക്കുന്ന ഈ പാട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യും? സർക്കാരിന് സത്യത്തിൽ ശരിക്കും ഒരു പണി കൊടുക്കുന്നത് ഈ പോലീസ് തന്നെയാണ്. അവർ കയറിയിറങ്ങി സകലതിനെയും തൂക്കും. അതോടെ മുൻകൂർ ജാമ്യാപേക്ഷകളുടെ ബഹളമാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പിണറായി വിജയൻ്റെ വാടകക്കാരല്ലാത്തതിനാൽ കനത്ത തിരിച്ചടി കോടതിയിൽ നിന്ന് കിട്ടും. കാരണം ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത് കോടതിയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. അതിൻ്റെ ഒരു ചൊരുക്കിവർക്ക് ഹൈക്കോടതിയോട് പോലുമുണ്ട്. എന്തായാലും വീട്ടിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നവർ നാളെ മുതൽ പിണറായി സ്തോത്രമാലികയോ കാരണഭൂതനെ സ്തുതിക്കുന്ന കള്ളത്തിരുവാതിരപ്പാട്ടോ പാടേണ്ടതാണ്.
നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന സാംസ്കാരിക പ്രതിഭകളൊക്കെ കുളിര് മാറാത്തതിനാൽ ഇപ്പോഴും പുതപ്പിൻ്റെ അടിയിൽ തന്നെയാണ്. പക്ഷേ കേന്ദ്രം വിലക്കിയ സിനിമകളൊക്കെ നമുക്ക് മേളയിൽ കാണിക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയുമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി കാലുവൻ തോടുന്ന പാർട്ടിക്കും നേതാക്കൾക്കും ഈ പാരഡി കേസ് ഉണ്ടെങ്കിലേ അണികളെ തൽക്കാലമൊന്ന് സംതൃപ്തരാക്കാൻ കഴിയൂ. പാട്ടാണ് സഖാക്കളെ നമ്മളെ തോൽപ്പിച്ചത്, ജനമല്ല. നമ്മൾ കക്കും, പക്ഷേ പാടിക്കൂടാ.